ആദ്യം ഇറാന്റെ പുതിയ വെല്ലുവിളി അമേരിക്കയുമായി ബന്ധപ്പെട്ട് അതിലേക്ക് തന്നെ പോകാം. അതായത് ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലും നടത്തിപ്പിലുമാണ് എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് ഇറാൻ. അർദ്ധസൈനിക വിഭാഗമായ ബസീജ് ഓർഗനൈസേഷന്റെ കമാൻഡർ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന പുറപ്പെടുവിച്ചു. ഈ ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയ്ക്കാണെന്ന് പ്രസിഡന്റ് ട്രംപ് അവകാശപ്പെട്ട് ഒരു ദിവസത്തിന് ശേഷമാണ് ഈ പ്രതികരണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നടത്തിപ്പിലും നിയന്ത്രണത്തിലുമാണ് ഹോർമുസ്. നമ്മുടെ രാജ്യം പൂർണ്ണ സുരക്ഷയോടെ മുന്നോട്ട് പോവുകയാണ്. അത് മാത്രമല്ല, ഇറാന്റെ ഏജൻസിയായ ഫാർസിലൂടെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ശക്തി അമേരിക്കക്കാർ കണ്ടു എന്നും ഇറാൻ വെല്ലുവിളിക്കുകയാണ്. തന്ത്രപ്രധാനമായ ജലപാതയുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയാണ് എന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയുള്ള ഈ വെല്ലുവിളി ഹോർമുസുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യം സംശയം. നമുക്കറിയാം, ഹോർമുസിൽ ഇപ്പോൾ കപ്പൽ ഗതാഗതം നാമമാത്രമാണ്. ദിവസേന 100-ലധികം കപ്പലുകൾ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു പാതയാണ് ഹോർമുസ് എന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷേ അവിടെ ഇപ്പോൾ 1-2 കപ്പലുകൾ പേരിന് മാത്രം, അതും ഇറാനുമായി ബന്ധപ്പെട്ട അവർ അനുവദിക്കുന്ന കപ്പലുകൾ മാത്രമാണ് കടന്നു പോകുന്നത്. അമേരിക്ക എത്ര വലിയ വെല്ലുവിളി നടത്തിയിട്ടും ഈ സാഹചര്യത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. സാധാരണ നിലയിലേക്ക് ഹോർമുസ് എത്തുക എന്നുള്ളത് ഇപ്പോൾ ഒരു തരത്തിലും സംഭവിക്കാവുന്ന കാര്യമല്ല എന്നാണ് ഇത്തരം വെല്ലുവിളിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വിനോദ്, അമേരിക്ക പറയുന്നത് തങ്ങൾ ഹോർമുസ് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കി എന്നാണ്. ട്രംപ് പലപ്പോഴും ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ട്രംപിന്റെ പ്രാഥമികമായ ഒരു ലക്ഷ്യമായിരുന്നു ഹോർമുസ് പിടിച്ചെടുക്കുക എന്നുള്ളത്. അതുപോലും പൂർത്തിയാക്കാതെയാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് യുദ്ധത്തിന്റെ ആകത്തുക. രഞ്ജിത്ത്, ബസീജ് ഓർഗനൈസേഷൻ്റെ കമാൻഡറാണ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്, ഹുസൈൻ തായബ്. അദ്ദേഹം പറയുന്നത് ട്രംപിൻ്റെ പ്രഖ്യാപനം കളവാണ്. അതായത് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹോർമൂസിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞു, ഇനി കപ്പലുകൾക്ക് സുഗമമായി സഞ്ചരിക്കാം, അതിനുള്ള ദിവസങ്ങൾ വരികയാണ്, അല്ലാഹുവിന് നന്ദി, ഗുണ്ടാരാജ്യം, അത് ഇറാനെ വിശേഷിപ്പിച്ചതാണ്, ഗുണ്ടാരാജ്യം ഇനിയില്ല. ഇങ്ങനെയായിരുന്നു ട്രൂത്ത് സോഷ്യലിൽ ട്രംപിൻ്റെ ഒരു അവകാശവാദവും പ്രഖ്യാപനവും ഒക്കെ. പക്ഷേ അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇറാനിലെ അർദ്ധസൈനിക വിഭാഗം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. IRGCയുടെ വിശദീകരണവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു തരത്തിലും ട്രംപ് പറയുന്നത് ശരിയല്ല, തങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഹോർമുസ് ഇപ്പോഴുമുള്ളത്, അവിടെ കപ്പലുകളൊന്നും സഞ്ചരിക്കുന്നില്ല. അങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ തങ്ങളുടെ വ്യവസ്ഥകൾ US അംഗീകരിക്കണം, എങ്കിൽ മാത്രമേ ഹോർമുസിലൂടെ ഇനി സാധാരണ നിലയിൽ കപ്പലുകൾ സഞ്ചരിക്കൂ എന്ന വലിയ വെല്ലുവിളി ഇറാൻ ഉയർത്തുകയാണ്. ചില നീക്കങ്ങൾ കൂടി, ചില പ്രസ്താവനകൾ കൂടി ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതായത് വലിയ സാമ്പത്തിക നഷ്ടമില്ലാതെ, അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക തട്ടുപാടില്ലാതെ ഇറാനെ തോൽപ്പിക്കുക എന്നൊരു സ്ട്രാറ്റജിയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൽ വിജയിക്കുന്നു എന്ന ഒരു ആത്മവിശ്വാസം ട്രംപ് പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ നാവിക ഉപരോധം, അതിന് പുറമെയാണ് സാമ്പത്തിക ഉപരോധം. ഏറ്റവും ഒടുവിൽ യൂറോപ്യൻ യൂണിയനിലടക്കം ഇറാനുള്ള ആസ്തികളിൽ $23 ബില്യൺ ആസ്തികളാണ് ഏറ്റവും ഒടുവിലായി മരവിപ്പിച്ചത്. ഇങ്ങനെ പല രാജ്യങ്ങളിലായുള്ള ഇറാൻ്റെ ആസ്തികൾ മരവിപ്പിക്കുന്നു. അവിടെ പണപ്പെരുപ്പം നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, 87% എന്ന നിലയിലേക്ക് എത്തുന്നു. ഒരു ചായയ്ക്ക് പോലും ഇന്ത്യൻ രൂപയുമായി തട്ടിച്ചു നോക്കുമ്പോൾ 8.5 ലക്ഷം രൂപ ഇന്ത്യൻ മണിയുമായി തട്ടിക്കുമ്പോൾ ആ തരത്തിലാണ് അവിടെ ഒരു പണപ്പെരുപ്പം ഉണ്ടാകുന്നത്. ഇത് ചില മാസങ്ങൾ കൂടി, അല്ലെങ്കിൽ ഒരു വർഷം വരെ നീണ്ടുപോകാം. അങ്ങനെയെങ്കിൽ ഇറാൻ പൂർണ്ണമായി തകരും. അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമില്ലാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇറാനെ സാമ്പത്തികമായി ഞെരുക്കി ഇല്ലാതാക്കുക എന്നൊരു തന്ത്രം, അതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പയറ്റുന്നത്. പക്ഷേ അപ്പോഴും ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്, ഈ എബ്രഹാം ലിങ്കൺ പടക്കപ്പലിൽ ഈ സൈനികർ പരസ്പരം ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു എന്ന തരത്തിൽ ഇറാൻ മാധ്യമം റിപ്പോർട്ട് ചെയ്ത, തസ്ലിം ന്യൂസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയെക്കുറിച്ച്. ഇപ്പോൾ ഇതാ പീറ്റ് ഹെക്സത്ത്, അദ്ദേഹം പ്രതിരോധ സെക്രട്ടറിയാണ് അമേരിക്കയുടെ, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു, കപ്പലുകളെ മാറ്റി മാറ്റി വിന്യസിക്കുമെന്ന്. അതായത് ചില സൂചനകൾ വരുന്നത് ഈ യുദ്ധം നീണ്ടുപോകുന്നതിൽ സൈനികർക്കിടയിൽ അമർഷമുണ്ട്. പ്രത്യേകിച്ച് ഈ സൈനികർ തന്നെ പരസ്പരം പോരടിക്കുന്ന നിലയിലേക്കും കൊലപ്പെടുത്തുന്ന നിലയിലേക്കും ആക്രമിക്കുന്ന നിലയിലേക്കുമൊക്കെ പോകുന്നവർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. കടലിൽ തുടരുന്നത് കൊണ്ട് തന്നെ അവർ അസ്വസ്ഥരാണ്. അവരുടെ കുടുംബാംഗങ്ങൾ നേരത്തെ സാന്റിയാഗോയിൽ നടന്ന സൈനികരുടെ യോഗത്തിലെത്തുകയും ഈ 9 മാസമായി സൈനികർ കടലിൽ തുടരുന്നതിൻ്റെ ബുദ്ധിമുട്ട് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ പുതിയൊരു നീക്കം നടക്കുന്നു. മനസ്സിലാക്കുന്നത് ജെറാർഡ് ഫോർഡ് ഇപ്പോൾ അമേരിക്കൻ തീരത്താണുള്ളത്. ആ പടക്കപ്പൽ, ഏറ്റവും വലിയ പടക്കപ്പലാണ് അമേരിക്കയുടേത്, അത് ഒരുപക്ഷെ ഹോർമൂസിലേക്ക് വരും.
അതേസമയം എബ്രഹാം ലിങ്കനെ മടക്കി അയക്കും എന്ന തരത്തിലുള്ള ചില വാർത്തകൾ, സൂചനകൾ വരുന്നുണ്ട്. പീറ്റ് ഹെഗ്സത്തിൻ്റെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഈ യുദ്ധം കൊണ്ടുപോകുമ്പോൾ അമേരിക്കയ്ക്ക് അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട്. മാത്രമല്ല രഞ്ജിത്ത്, ഇപ്പോൾ ഏറ്റവും പുതിയൊരു നീക്കം ഇന്നലെ ഉണ്ടായത് അമേരിക്കയിലുള്ള ഇറക്കുമതി, അതായത് യുദ്ധോപകരണങ്ങളുടെ ഇറക്കുമതി തീരുവ ട്രംപ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ യന്ത്രഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ വസ്തുക്കളുണ്ട്. ഇതിൻ്റെയൊക്കെ ഇറക്കുമതി തീരുവ ഇപ്പോൾ 15% വർദ്ധിപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു. ചെറിയ ഡ്രോണുകൾക്ക് ഏതാണ്ട് 25% വരെയും വലിയ ഡ്രോണുകൾക്ക് 50% മുകളിലേക്കും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പുതിയതായി തീരുവ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ടും വലിയ സാമ്പത്തിക കടക്കണിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാധ്യതയിലേക്ക് അമേരിക്ക ചെന്ന് വീഴുമെന്നുള്ള മുന്നറിയിപ്പുകളുണ്ട്. പ്രത്യേകിച്ച് $70 ബില്യൺ ആവശ്യം, അത് യുദ്ധാവശ്യത്തിന് വേണ്ടി അങ്ങനെ ഒരു ഫണ്ട് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു, അവിടെ സർക്കാർ ആവശ്യപ്പെടുമ്പോൾ അത് US കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. അങ്ങനെ തരാൻ കഴിയില്ല, അങ്ങനെ ഈ പണം അങ്ങനെ മുടക്കാൻ കഴിയില്ല എന്നൊരു വാദമുയരുകയും ഈ ആവശ്യം തള്ളിക്കളയുകയും ചെയ്തു. ഭരണകൂടത്തിൻ്റെ ആവശ്യം തള്ളിക്കളയുകയും ചെയ്തു. അങ്ങനെ പലപ്പോഴും ട്രംപിന് രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതാണ്. ഏതായാലും അമേരിക്ക ഇത്തരത്തിൽ പ്രതിസന്ധികൾ നേരിടുമ്പോഴാണ് ഇറാന്റെ തുടർച്ചയായുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്നത് എന്ന് പ്രധാനപ്പെട്ട ഒന്നാണ്. യുദ്ധം ആരംഭിച്ചപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചത് വളരെ വേഗം ഇറാനെ അമേരിക്ക തകർത്ത് കളയുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ വല്ലാത്ത ഒരു ഊരാക്കുടുക്കിലേക്ക് അമേരിക്ക പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.